നമ്മുടെ കൂടെ ഇപ്പൊ ചേരാൻ പോകുന്നത് ഇഷ്ടം പോലെ റീലുകൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം നിഹാൽക്ക. ഹലോ. നിഹാൽക്കാന്നല്ലേ നിഹാലിനെ വിളിക്കുന്നത്? അല്ലാതെ നമ്മള് ഒരു ഫണ്ടാക്കിട്ട് പേര് അത് ആൾക്കാർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിച്ചില്ല. അല്ല എന്താ ഇപ്പൊ ഇവിടെ നടന്നേ? ആരാ പടക്കം പൊട്ടിച്ചേ? എന്തൊക്കെയോ നടക്കണ്ട ജീവിതത്തിൽ. അയ്യോ, അതായത് ഞാൻ തന്നെ ആകെ ഞെട്ടൂല നമ്മള്. അതായത് ജീവിതത്തിൽ ഒരിക്കലും നടക്കൂലെന്ന്, അത് സ്വപ്നം പോലെ കാര്യങ്ങൾ നടക്കൂലേ? അതെ, അങ്ങനത്തെ ഒരു സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് പോസ്റ്റ് ലൈക്ക് ചെയ്തത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതേ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മള് ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതേ പ്ലാറ്റ്ഫോം നമുക്ക് മെസ്സേജ് അയക്കാൻ പറയുമ്പോഴത്തേനും അയ്യോ, എന്നെ സംബന്ധിച്ചോളം വലിയൊരു സംഭവമാണ്. ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണോ? അല്ല, ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ ഒരു ദിവസം പെട്ടെന്ന് റിക്വസ്റ്റ് നോക്കാൻ പറ്റി ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജ് കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാല്, ഈ ഞങ്ങൾക്ക് നിങ്ങളെ എഡിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അപ്പൊ നിങ്ങളൊരു വീഡിയോ നമ്മളെ പേജിൽ ഫീച്ചർ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ല, ഫ്രഷ് പുതിയ വീഡിയോ ആണ് അവർക്ക് വേണ്ടത്. നമ്മൾ ഓഡിയൻസും കാണാത്ത ഞാൻ എവിടെയും പോസ്റ്റും ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ. ഓ അങ്ങനെ. അപ്പൊ ഈ പോസ്റ്റ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള അല്ല. ഓ മൈ ഗോഡ്. അപ്പൊ നിഹാലിന് ഇൻസ്റ്റഗ്രാം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അങ്ങോട്ട് വിളിക്കുക എടുത്ത്, എന്നിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ. എന്റെ മോനെ, അത് ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ? ഇതെന്താ വെച്ചാല്, നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ ഡീലാക്കി, എന്നാലും അത് പോസ്റ്റ് ചെയ്യണവരെ നമുക്ക് അതൊരു വിശ്വാസക്കുറവ് ഉണ്ടാവല്ലോ, അത് ഉള്ളതാണോ ഇല്ലേ, കാരണം ഇത്രയും വലിയ പേജ് അല്ലേ. അതെ. അപ്പൊ അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വലി മനസ്സുകൊണ്ട് എനിക്കത് വിശ്വാസമായത്, എത്രത്തോളം നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. ഈ കുറച്ചു കാലം മുമ്പ് വേറൊരു പയ്യൻ ഒരു ഫുട്ബോൾ അടിച്ച വീഡിയോ, അതും കേരളത്തിൽ നിന്ന് തന്നെ വൈറലായ സാധനമായിരുന്നു. അതിനുശേഷം ഒരു മലയാളിയെ തന്നെ ഇൻസ്റ്റഗ്രാം വിളിച്ചു വരുത്തി, നീ ഞങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ചെയ്തിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ശേഷം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി എന്താ, ഇൻസ്റ്റാഗ്രാമിനെ ഫോളോ ചെയ്ത്. അതെ, അതും കണ്ടു. അതാണ് ആക്ച്വലി ഞെട്ടിച്ചൊരു സംഭവം. 203 പേരെ മാത്രമാണ് ഇൻസ്റ്റഗ്രാം ആകെ ഫോളോ ചെയ്യുന്നത് ഈ വേൾഡ് വൈഡ്. 699 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ്. അതിലൊരാളായിട്ട് വന്നേക്കുന്ന ഒരു മലയാളി ഹീറോടാ. ഈ വീഡിയോ എടുത്ത സ്ഥലം എവിടെയാ? ഈ വർഷം ഞാനും കൂട്ടുകാരും ബാലി പോയതാണ്. അപ്പൊ ബാലി പോണ ദിവസമാണ് എനിക്ക് ആക്ച്വലി മെസ്സേജ് വരുന്നത്. അപ്പൊ ഞാൻ പാരലലി ഈ സംഭവം അവർ പറഞ്ഞുകൊണ്ട് ടേം ഷീറ്റിൽ വീഡിയോസിന്റെ കണ്ടീഷൻസ് ഒക്കെ വായിച്ചിട്ട് ഞാൻ പാരലലി കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചായിരുന്നു ഇതിന്. അഥവാ ഇത് വർക്ക് ആവുകയാണെങ്കിൽ അതിന് എടുത്ത് പിച്ച് ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പൊ ഞാൻ കൺസെപ്റ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാനൊരു 4 കോൺസെപ്റ്റ് അയച്ചു കൊടുത്ത്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ഈ വാട്ടർഫോളിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട്, അപ്പൊ അതിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ വീഡിയോ വെച്ചപ്പോ അവർക്ക് ഓക്കെ സെറ്റ്, നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ ആണെന്നുള്ള രീതിക്ക് അവർ പറഞ്ഞു. ഈ അച്ചീവ്മെന്റിന്റെ ഒറ്റയ്ക്കുള്ള സംഭവം അല്ലാതെ ത്രൂ ഔട്ട് ഇത് എല്ലാരും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് അച്ചീവ്മെന്റ് ആണ്. എന്റെ മോനെ, കിടിലം. ഒരു ലൈഫിൽ ഇനി കുറെ കൂടി വലിയ വലിയ സാധ്യതകളിലേക്ക് പോട്ടെ. താങ്ക് യു. നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എനിക്കും ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകുന്നത് കാണുമ്പോ. ഫുൾ എൻറ്റയർ ഖത്തറിന്റെ വിഷസ് അറിയിക്കുന്നു നിഹാൽക്ക്. താങ്ക് യു. ശരി ഡിയർ, ബൈ.